today's video, we will be discussing about SA 720, Auditor's Responsibility in relation to the other information. എന്താണ് അതർ ഇൻഫർമേഷൻ? ഇറ്റ് ഈസ് ബേസിക്കലി ദി ആനുവൽ റിപ്പോർട്ട്. നമ്മൾ ഓഡിറ്റ് റിപ്പോർട്ടിൽ കവർ ചെയ്യാത്ത കുറച്ച് അഡീഷണൽ ഇൻഫർമേഷൻസും കൂടി ഇല്ലേ, ദാറ്റ് ഇസ് കോൾഡ് ദി അതർ ഇൻഫർമേഷൻ ആൻഡ് ഇറ്റ് ക്യാൻ ബി either financial or non-financial also. Okay, the main thing we have to notice is that auditor's opinion doesn't cover these other information. Auditor will just see and consider if there is any material inconsistency with the other information provided and the financial statements and so he will just consider that, but he will not be expressing any opinion on this. Okay, and this information can be received prior to the issue of the audit report or after the audit report also. So auditor, what he have to do as part of this process is that first of all obtain the other information. For that he have to discuss with the management regarding which document is comprising the annual reports, what is the planned nature and timing of this particular document. All those things he have to discuss and obtain the information possibly before the issuance of audit report itself. Okay, അപ്പോൾ അതിൻ്റെ ഫൈനൽ വേർഷൻ, ഈ അതർ ആനുവൽ റിപ്പോർട്ടിൻ്റെ ഫൈനൽ വേർഷൻ പോസിബിളി നമുക്ക് ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഓഡിറ്റ് റിപ്പോർട്ടിന് മുന്നേ തന്നെ കിട്ടുവാണെങ്കിൽ അത്രയും നല്ലത്. ഓക്കെ, ഇഫ് അവൈലബിൾ അല്ല, നമുക്ക് ഓഡിറ്റ് റിപ്പോർട്ട് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇത് കിട്ടുന്നതെങ്കിൽ മാനേജ്മെൻ്റ് അടുത്ത് അതിൻ്റെ ഒരു ഫൈനൽ വേർഷൻ്റെ പേരിലുള്ള ഒരു റിട്ടേൺ റെപ്രസെൻറ്റേഷൻ തരാൻ പറയാം. അതായത് ഇത് അവൈലബിൾ ആവുന്ന സമയത്ത് മാനേജ്മെൻറ്റ് ഓഡിറ്ററിന് ഈ അതർ ഇൻഫർമേഷൻ ഫർണിഷ് ചെയ്യുമെന്നും അതുപോലെ തന്നെ ഇത് എൻറ്റിറ്റി ഇഷ്യൂ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഓഡിറ്റർക്ക് ഈ SA ആയിട്ട് ബന്ധപ്പെട്ട ഈ അതർ ഇൻഫർമേഷനിൽ ചെയ്യേണ്ട കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നു. സോ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഡിസ്കസ് വിത്ത് ദ മാനേജ്മെൻറ്റ് അതിൻ്റെ ഡോക്യുമെൻറ്റ്സിൻ്റെ നേച്ചറും പ്ലാൻഡ് ടൈമിങ്ങും ഏത് ഡോക്യുമെൻറ്റിലാണ് ഇത് ഇൻഫർമേഷൻ ഉള്ളതെന്ന് മനസ്സിലാക്കുക ആൻഡ് ദെൻ ഒബ്റ്റെയിൻ ദി ഇൻഫർമേഷൻ പോസിബിളി പ്രയർ ടു ദി ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട് ഇറ്റ്സെൽഫ് ആൻഡ് ഇഫ് നോട്ട് പോസിബിൾ ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ഒബ്റ്റെയിൻഡ് ആഫ്റ്റർ ദി ഇഷ്യൂവൻസ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട് ഓൾസോ, then auditor has to get a written representation from the management stating that they will be providing the other information once it is finalized and it is issued to the entity. Okay, before that it will be transferred to the auditor and auditor can also complete all the procedures in accordance with this particular SA. ഓക്കെ, സോ ഇവിടെ എന്താ ഓർഡർ ചെയ്യുന്നത്? ഓർഡർ ഇത് വായിക്കും, അതർ ഇൻഫർമേഷൻ എന്താണെന്ന് വായിക്കും. ഓക്കെ, എന്നിട്ട് എന്തെങ്കിലും മെറ്റീരിയൽ ഇൻകൺസിസ്റ്റൻസി ഉണ്ടോ എന്ന് നോക്കാം. ആരൊക്കെ തമ്മിൽ? ഒന്ന്, ഈ അതർ ഇൻഫർമേഷനും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? സെക്കൻഡ് തിങ്, ഇതേ അതർ ഇൻഫർമേഷനും ഓഡിറ്റർ ഒബ്റ്റെയിൻ ചെയ്ത കുറച്ച് എവിഡൻസ് ഉണ്ട് അല്ലേ? ഓഡിറ്ററിന് ഇപ്പോൾ ആ എൻറ്റിറ്റിയെ പറ്റി കുറേ കാര്യങ്ങൾ അറിയാം. ഓൺ ദ ബേസിസ് ഓഫ് ദി ഓഡിറ്റ് എവിഡൻസ് ഹി ഹാവ് റിസീവ്ഡ്, ഹി ഹാവ് മെനി അണ്ടർസ്റ്റാൻഡിങ് ഓർ ഓഡിറ്റേഴ്സ് നോളജ് ഉണ്ട് ഇൻ ഒബ്റ്റെയിൻഡ് ഇൻ ദിസ് പർട്ടിക്കുലർ ഓഡിറ്റ്. Is that information and this other information is having some sort of material inconsistency. Okay, എപ്പോഴും ഓഡിറ്റർ അലേർട്ട് ആയിരിക്കണം എന്തെങ്കിലും പ്രശ്നം വരാം എന്നുള്ള സാധനം. യെസ്, ഓക്കെ. ഇനി എന്തെങ്കിലും ഒരു മെറ്റീരിയൽ ഇൻകൺസിസ്റ്റൻസി ഉണ്ടെന്ന് തോന്നുകയാണ്, മെറ്റീരിയൽ ഇൻകൺസിസ്റ്റൻസി ഈസ് ദെയർ ഓർ അത് അതർ ഇൻഫർമേഷൻ മെറ്റീരിയലി മിസ്റ്റേക്കഡ് ആണ് എന്ന് തോന്നുകയാണെങ്കിൽ he has to discuss the matter with the management and if necessary പെർഫോം സം അതർ പ്രൊസീജിയേഴ്സ്. ഇതൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി കുറച്ച് കാര്യങ്ങളോട് ചെയ്യണം. ഒന്ന്, മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ് അതർ ഇൻഫർമേഷനിലാണോ ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യണം. അതോ മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ് ഉള്ളത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലാണോ എന്ന് ചെക്ക് ചെയ്യണം. തേർഡ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഓഡിറ്ററിന് ഓൾറെഡി ഉള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദ എൻറ്റിറ്റി ആൻഡ് എൻവയോൺമെൻറ്റിനുള്ളൂ, അത് അപ്ഡേറ്റഡ് ആക്കണോ എന്നുള്ളതും ചെക്ക് ചെയ്യണം. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ്സ്. ഇറ്റ് ക്യാൻ ബി ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓർ ഇൻ ദ അതർ ഇൻഫർമേഷൻ ഓർ വെദർ ദ നോളജ് ഓർ ദി അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദാറ്റ് എൻറ്റിറ്റി ഹാസ് ടു ബി അപ്ഡേറ്റഡ്. ഇത് നോക്കണം. ഓക്കെ, ഇനി അതർ ഇൻഫർമേഷനാണ് മെറ്റീരിയലി മിസ്റ്റേക്കഡ് ആയിരിക്കുന്നത് നമ്മൾ കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ മാനേജ്മെൻറ്റ് നമ്മൾ പറയുക ഇൻഫർമേഷൻ തെറ്റാട്ടോ, അത് കറക്റ്റ് ചെയ്യണമെന്ന്. സോ ഇഫ് ദ മാനേജ്മെൻറ്റ് അഗ്രീസ് ടു മേക്ക് ദ കറക്ഷൻ, നമ്മൾ ശ്രദ്ധിക്കണം വെദർ ദ കറക്ഷൻ ഹാസ് ബീൻ മെയ്ഡ് ഓർ നോട്ട്. ഇഫ് ദ മാനേജ്മെൻറ്റ് റെഫ്യൂസസ് ടു മേക്ക് ദ കറക്ഷൻ, അടുത്ത റിപ്പോർട്ടിംഗ് എൻറ്റിറ്റി ആരാ? വിൽ ബി ഗോയിങ് ടു ദ TCWG ആൻഡ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദം ആൻഡ് അവരോട് പറയുക കറക്ഷൻ ഹാസ് ടു ബി മെയ്ഡ്. ഓക്കെ, ആൻഡ് ഇഫ് ദ ഓഡിറ്റർ കൺക്ലൂഡ്സ് ദാറ്റ് എ മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ് ഇസ് എക്സിസ്റ്റിംഗ് ഇൻ ദ അതർ ഇൻഫർമേഷൻ prior to the date of audit report, നമുക്കത് കിട്ടിയത് ഓഡിറ്റ് റിപ്പോർട്ടിന് മുന്നേ തന്നെ കിട്ടി ആൻഡ് ദർ ഇസ് എ മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ്, എന്നിട്ട് അത് TCWGയുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടും അത് കറക്റ്റ് ചെയ്തിട്ടില്ല, അങ്ങനെയാണെങ്കിൽ ഓഡിറ്റർ അപ്രോപ്രിയേറ്റ് ആക്ഷൻ എടുക്കുക. ഫസ്റ്റ് വൺ, നമ്മൾ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഈ ഒരു ഇൻഫർമേഷൻ കാരണം എന്തൊക്കെ ഇംപ്ലിക്കേഷൻസ് ഉണ്ടാവുമെന്ന് കൺസിഡർ ചെയ്യണം. ആൻഡ് ഇത് TCWGയുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, നമുക്ക് ഇങ്ങനത്തെ ഇംപ്ലിക്കേഷൻസ് ഉണ്ട്. സോ എങ്ങനെയാണ് ഓഡിറ്റർ ഇനി ഈ ഒരു മിസ്റ്റേറ്റ്മെൻറ്റ് അഡ്രസ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള പ്ലാനിങ് കൊടുക്കണം, അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റിൽ നിന്ന് വിഡ്രോ ചെയ്യാം if law and regulation permits. Okay, and ഇനി ഓഡിറ്റ് റിപ്പോർട്ട് ഇഷ്യൂ ചെയ്തു, ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അതർ ഇൻഫർമേഷൻ ലഭിക്കുന്നത് ആൻഡ് ഇൻ ദാറ്റ് അതർ ഇൻഫർമേഷൻ മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ
സെയിം പ്രൊസീജിയർ തന്നെ മാനേജ്മെൻറ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, കറക്റ്റ് ചെയ്യാൻ പറയണം. ഇഫ് മാനേജ്മെൻറ്റ് കറക്റ്റ്സ് ഇറ്റ്, നമ്മൾ അഡീഷണൽ പ്രൊസീജിയേഴ്സ് ചെയ്തിട്ട് നോക്കണം അത് പ്രോപ്പറായിട്ട് കറക്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന്. ഇനി അല്ല, കറക്റ്റ് ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ TCW's അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, എന്നിട്ട് അപ്രോപ്രിയേറ്റ് ആക്ഷൻ എടുക്കുക. എന്തൊക്കെയാണ് അൺകറക്റ്റഡ് മിസ്റ്റേറ്റ്മെൻറ്റ്സ് ബ്രോട്ട് ഇൻ ദ അറ്റൻഷൻ ഓഫ് യൂസേഴ്സ്, ആ റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്യണം. ഇതൊക്കെയാണ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ്സ് കണ്ടുപിടിച്ചിട്ടുള്ളത്. അത് പ്രോപ്പർലി യൂസേഴ്സിൻ്റെ അറ്റൻഷൻ കിട്ടുന്ന രീതിയിൽ ഡിസ്ക്ലോഷർ നടന്നിട്ടുണ്ടാവണം. ഓക്കെ, യെസ്. ഇനി റിപ്പോർട്ടിംഗ് അതർ ഇൻഫർമേഷനെ സംബന്ധിച്ച റിപ്പോർട്ടിംഗ് നമ്മൾ പറഞ്ഞു ഓൾറെഡി. ഓഡിറ്റർ ആക്ച്വലി എക്സ്പ്രസ് ഒപ്പീനിയൻ എന്നുള്ള സാധനം ഇല്ല. ഓക്കെ, ബട്ട് നമ്മുടെ ഓഡിറ്റ് റിപ്പോർട്ടിൽ വി ഡു ഹാവ് എ സെക്ഷൻ കോൾഡ് അതർ ഇൻഫർമേഷൻ. അങ്ങനെ ഒരു പോർഷൻ ഉണ്ട്, നമുക്കൊരു പാരഗ്രാഫ് ഉണ്ട് അങ്ങനെ. അപ്പോൾ അന്ന് ആ പാരഗ്രാഫിൽ നമ്മൾ ജസ്റ്റ് മെൻഷൻ ചെയ്യണം, അതായത് മാനേജ്മെൻറ്റാണ് ശരിക്കും അതർ ഇൻഫർമേഷന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാർ. പക്ഷേ അതുപോലെ തന്നെ നമ്മുടെ ഒപ്പീനിയൻ ഒരിക്കലും ഈ അതർ ഇൻഫർമേഷൻ കവർ ചെയ്യുന്നില്ല. ഓഡിറ്റർ ഒരിക്കലും ഒരു കൈൻഡ് ഓഫ് ഒപ്പീനിയനും എക്സ്പ്രസ് ചെയ്യുന്നില്ല, ഒരു അഷുറൻസും അതിനകത്ത് തരുന്നില്ല. ഓഡിറ്റർ റെസ്പോൺസിബിലിറ്റീസ് ഇന്ന കാര്യങ്ങളാണ് എന്നൊരു കാര്യം നോക്കണം. ഓക്കെ, ആൻഡ് ഇഫ് എന്തെങ്കിലും മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, എന്തെങ്കിലും ഇൻഫർമേഷൻ ഓഡിറ്റിന് മുന്നേ നമുക്ക് കിട്ടിയിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ ലിസ്റ്റഡ് എൻറ്റിറ്റീസ് കേസിൽ എന്തൊക്കെ ഇതുവരെ കിട്ടി, അതുപോലെ തന്നെ എന്തൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഭാവിയിൽ കിട്ടാൻ ഓഫ് ദി അതർ ഇൻഫർമേഷൻ ഇഫ് എനി എക്സ്പെക്ടഡ് ടു ബി ഒപ്റ്റൈൻ ആഫ്റ്റർ ദ ഡേറ്റ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട് ഹാസ് ഓൾസോ ബി മെൻഷൻഡ്. അവിടെ അൺലിസ്റ്റഡ് കമ്പനിക്ക് അങ്ങനെ ഒരു ഇതില്ല, നമ്മൾ എന്തൊക്കെ കിട്ടിയിട്ടുണ്ട് മാത്രം എഴുതിയാൽ മതി. അപ്പോൾ ബേസിക്കലി നമ്മൾ ആ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം, എന്തൊക്കെ സാധനങ്ങളാണ് അതർ ഇൻഫർമേഷനിൽ നമുക്ക് കിട്ടിയത്. ഓക്കെ, ആൻഡ് ഇഫ് ഇറ്റ് വാസ് ഒപ്റ്റൈൻഡ് പ്രയർ ടു ദ ഡേറ്റ് ഓഫ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ട്, നമുക്ക് മുന്നേ കിട്ടി, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓഡിറ്ററിന് പ്രത്യേകിച്ച് അതിനകത്ത് റിപ്പോർട്ട് ചെയ്യാനൊന്നുമില്ല. അതുപോലെ തന്നെ അൺകറക്റ്റഡ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട് എന്നാണെങ്കിൽ അത് അങ്ങനെ ഒരു കാര്യം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഫാക്റ്റ് കൊടുക്കണം. ഓക്കെ, ഇനി ചില ലോസ് ആൻഡ് റെഗുലേഷൻസ് പറയുകയാണ് ഓഡിറ്റർ എന്തായാലും ഒരു ഒപ്പീനിയൻ കൊടുത്തേ പറ്റുള്ളൂ ഈ അതർ ഇൻഫർമേഷനിൽ. അതായത് സ്പെസിഫിക് ലേഔട്ടിൽ ഒരു ഇത്ര മിനിമൽ ആയിട്ടുള്ള ഒരു വേർഡിങ്സിൽ എന്തെങ്കിലും കൊടുത്തേ പറ്റുള്ളൂ എന്ന്. അങ്ങനെയാണെങ്കിൽ എന്താണ് നമ്മുടെ അതർ ഇൻഫർമേഷൻ എന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യുക, അതിനെപ്പറ്റിയുള്ള ഓഡിറ്ററിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് ഒരു ഡിസ്ക്രിപ്ഷൻ അതിന് വേണ്ടി കൊടുക്കുക. അതുപോലെ തന്നെ ഒരു എക്സ്പ്ലിസിറ്റ് സ്റ്റേറ്റ്മെൻറ്റ് അഡ്രസ്സിംഗ് ദ ഔട്ട്കം ഓഫ് ഓഡിറ്റേഴ്സ് വർക്ക് ഫോർ ദിസ് പർപ്പസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തിരിക്കണം. ഇനി ഒരു 2 കൈൻഡ് ഓഫ് എക്സാമ്പിൾസ് ഉണ്ട്. എക്സാമ്പിൾസ് ഓഫ് എമൗണ്ട്സ് ഓർ അതർ ഐറ്റംസ് ദാറ്റ് മേ ബി ഇൻക്ലൂഡഡ് ഇൻ അതർ ഇൻഫർമേഷൻ. അതർ ഇൻഫർമേഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന 2 കാര്യങ്ങളാണ് എമൗണ്ട്സും അതർ ഐറ്റംസും. ഇത് രണ്ടിൻ്റെ പേരിൽ കുറേ എക്സാമ്പിൾസ് നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ട്. ഓക്കെ, എമൗണ്ട്സിൻ്റെ കേസിൽ വരുന്ന കാര്യങ്ങളാണ് ഐറ്റംസ് ഇൻ എ സമ്മറി ഓഫ് കീ ഫിനാൻഷ്യൽ റിസൾട്ട്സ്. അതായത് സമ്മറൈസ്ഡ് ഇൻഫർമേഷൻ ഒക്കെ കൊടുക്കില്ല, അതിനകത്ത് ഇപ്പോൾ നെറ്റ് ഇൻകം കൊടുക്കാം, EPSൻ്റെ ഡീറ്റെയിൽസ്, ഡിവിഡൻഡ്, അതർ ഓപ്പറേറ്റിംഗ് റവന്യൂ, ഇത്രയാണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്നുള്ള സമ്മറി കൊടുക്കില്ലേ, അതൊക്കെയാണ് എമൗണ്ട്സിൽ അത് വരാം. പിന്നെ കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസ് എന്നുള്ള ഇൻഫർമേഷൻ ഇതാണ്, അതിൻ്റെയാണ് സെലക്റ്റഡ് ഓപ്പറേറ്റിംഗ് ഡേറ്റ എന്ന് പറയും. ചില കാര്യങ്ങൾ മാത്രം ഡിസ്ക്ലോസ് ചെയ്യുക. പിന്നെ അസറ്റ് ഡിസ്പോഷനോ അല്ലെങ്കിൽ അസറ്റ് ഇമ്പയർമെൻ്റ് ആയതോ ലിറ്റിഗേഷൻ്റെ പ്രൊവിഷൻസോ ടാക്സ് അഡ്ജസ്റ്റ്മെൻറ്റ്സോ അങ്ങനത്തെ കാര്യങ്ങൾ കൊടുക്കാം. ഓക്കെ, പിന്നെ മൈനോറിറ്റി ഇൻട്രസ്റ്റ് ഒബ്ലിഗേഷൻസിനെ പറ്റിയും മാർക്കറ്റബിൾ സെക്യൂരിറ്റീസിനെ പറ്റി കൊടുക്കാം. ഒരു പർട്ടിക്കുലർ സെഗ്മെൻ്റ് ഓർ ഡിവിഷൻ്റെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനെ പറ്റി കൊടുക്കാം. ഓഫ് ബാലൻസ് ഷീറ്റ് അറേഞ്ച്മെൻറ്റ്സ് എങ്ങനെയാണ്, ഗ്യാരണ്ടി ഇൻവോൾവ് ആയിരിക്കുന്ന എമൗണ്ട്സ് എത്രയുണ്ട്, നമ്മുടെ കറണ്ട് റേഷ്യോ, മറ്റ് റേഷ്യോസ് ആണ്, അതൊക്കെ അതർ ഇൻഫർമേഷൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് എമൗണ്ടിന് എന്ന ആസ്പെക്റ്റ് നോക്കുമ്പോൾ. ഇനി അതർ ഐറ്റംസ്. ഓക്കെ, അതർ ഐറ്റംസിൽ വരുന്ന ആരാണ് അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ്, അക്കൗണ്ടിങ് പോളിസി, അത് റിലേറ്റഡ് ആയിട്ടുള്ള അസംഷൻസ്. ഓക്കെ, ആരാണ് റിലേറ്റഡ് പാർട്ടി, അവരുടെ ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ട്രാൻസാക്ഷൻ ഡിസ്ക്രിപ്ഷൻ, ബാലൻസ് ഷീറ്റ് ഓഫ് ബാലൻസ് ഷീറ്റ് ഐറ്റംസിൻ്റെ അറേഞ്ച്മെൻറ്റ്സ്, ഇതുപോലെ തന്നെ ഗ്യാരണ്ടി, ഇൻഡംനിഫിക്കേഷൻ, അതുപോലത്തെ എന്തെങ്കിലും കാര്യങ്ങൾ, ലിറ്റിഗേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊക്കെ അതർ ഐറ്റംസിൽ വരും. പിന്നെ ലീഗൽ ആൻഡ് റെഗുലേറ്ററി റിക്വയർമെൻറ്റ്സ് എന്തെങ്കിലും ചേഞ്ച് ആയിട്ടുണ്ടോ, പുതിയ ടാക്സ് എന്തെങ്കിലും ഇംപ്ലിമെൻറ്റഡ് ആണോ, പൊതുവേ ഉള്ള ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ ഒരു വർക്കിംഗ് എങ്ങനെയാണ്, അതുപോലെ തന്നെ മൊത്തത്തിലൊരു സ്ട്രാറ്റജി ബിസിനസ്സിൻ്റെ, ഇതൊക്കെ അതർ ഐറ്റംസിൽ പെടും. എമൗണ്ട്സിൽ എന്ന് പറയുമ്പോൾ എമൗണ്ട് ന്യൂമറിക്കലി എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുടെ സമ്മറി മാത്രമേ അതിനകത്ത് ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് SA 720.